ആ മാവേലി തമ്പ്ര, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ഓണം കഴിഞ്ഞിട്ട് മാസം 5-6 ആയില്ലേ? ആട്ടെ, നാട്ടിൽ എന്തുണ്ട് വിശേഷം? കേരളത്തിൽ നിന്ന് പാതാളത്തിലേക്ക് കൂടുതൽ മാവേലിമാർ വരുന്നുണ്ട്. കൂടുതൽ മാവേലിമാരോ? ഇങ്ങോട്ടോ? ഞാനുള്ളപ്പോൾ മറ്റൊരു മാവേലിയോ? ചിരിക്കണ്ട, ഞാൻ സപ്ലൈകോ വരെ ഒന്ന് പോയാൽ വരാൻ പോകുന്ന മാവേലി ആരെന്നൊന്ന് കാട്ടിത്തരാം. പോയി വരൂ. നാട്ടിലെ സാധാരണക്കാരന് അന്നം തരുന്ന സപ്ലൈകോയുടെ മാവേലി സ്റ്റോറില്ലേ, ഈ മാവേലിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2016 മുതൽ വില കൂട്ടാതെ സബ്സിഡി നൽകി 13 അവശ്യ സാധനങ്ങൾ സപ്ലൈകോ ജനങ്ങൾക്ക് വിൽക്കുകയാണ്. അരിയും സബ്സിഡി നൽകി വിൽക്കുന്നു. ഇങ്ങനെ സബ്സിഡി നൽകിയതിലൂടെ ഉണ്ടായ ചെലവ് നികത്താതെ സർക്കാർ സപ്ലൈകോയെ മുടിച്ചു. ഏകദേശം 1500 കോടി രൂപയിലധികം സപ്ലൈകോയ്ക്ക് സർക്കാർ കുടിശ്ശിക നൽകാനുണ്ട്. എന്നിട്ടും ബജറ്റിൽ അനുവദിച്ചത് വെറും 10 കോടി രൂപ മാത്രമാണ്. അപ്പോഴേ കണ്ടില്ലേ കാര്യങ്ങൾ? അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബജറ്റിൽ സപ്ലൈകോയ്ക്ക് കാശൊന്നും അനുവദിച്ചില്ല അല്ലേ? ഈ സർക്കാർ മാവേലി സ്റ്റോറുകളെയൊക്കെ പൂട്ടിക്കുമല്ലോ. ഷട്ടർ വീഴും. കച്ചവടം കുറവുള്ള മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ പൂട്ടാൻ പോവുക, കണക്കെടുത്തിട്ടുണ്ട്. മാവേലി കേട്ടോളൂ, ആ കഥ സൊല്ലട്ടുമാ. സൊല്ലുങ്കോ. അന്ന് തീയതി ജനുവരി മാസം 23 പണമില്ലാതെ ഗതികെട്ട സപ്ലൈകോയെ എങ്ങനെ രക്ഷിക്കാമെന്ന് ആലോചിക്കാൻ അവർ തിരുവനന്തപുരത്ത് ഒത്തുകൂടി. സപ്ലൈകോ MD ശ്രീറാം വെങ്കിട്ടരാമൻ ഔട്ട്ലെറ്റ് മാനേജർമാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ സബ്സിഡി സാധനങ്ങൾ കിട്ടുമെന്ന് കാത്തിരിക്കേണ്ട, തരില്ല. ശബരി ഉൽപ്പന്നങ്ങൾ വിറ്റ് പണം ഉണ്ടാക്കിക്കോണം. മാളുകളിലൊക്കെ നല്ല കച്ചവടം നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ ലാഭമുണ്ടാക്കാൻ പാട്? പിന്നെ ആകെ 815 മാവേലി സ്റ്റോറുകളുണ്ടല്ലോ, അതിൽ ലാഭമില്ലാത്തതും വിറ്റുവരവ് കുറഞ്ഞതുമായ മാവേലി സ്റ്റോറുകളുടെ കാര്യം അതിന് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഒരു ഗ്രാമത്തിൽ 3 മാവേലി സ്റ്റോറൊന്നും വേണ്ട. നിങ്ങൾ ഡിപ്പോ മാനേജർമാർ അവ ഏതൊക്കെയെന്ന് കണക്ക് തരണം. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ മൊത്തം എത്ര മാവേലി സ്റ്റോറുകളെ സർക്കാർ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും? നമ്മുടെ സർക്കാർ സബ്സിഡി കുടിശ്ശിക കൊടുക്കാത്തതുകൊണ്ടാണല്ലോ മാവേലി സ്റ്റോറുകൾക്ക് ഈ ഗതി വന്നത്. നമ്മുടെ ധനമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലി ഷെൽഫിൽ പൂച്ച പെറ്റ് കിടക്കുന്ന മാവേലി സ്റ്റോറൊക്കെ ഇങ്ങ് പാതാളത്തിലാകും. ക്യാമറമാൻ നല്ലേ മുരുകനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.